നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ വീഡിയോ ഡിസംബർ 23-ന് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാവരും തിരക്കാണ്, ഞങ്ങളും തിരക്കായിരുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് 2 പേർക്കും പനിയായിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല. സിന്ധുവിന് പനിയൊക്കെ മാറി, ചുമയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഡിസംബർ 23-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു, 31ാമത്തെ. അന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അയൽവാസിയും എൻ്റെ പഴയ ആത്മസുഹൃത്തുമായ രാധാകൃഷ്ണൻ മണക്കാട്ട് അവരെല്ലാവരും ഗുരുവായൂർ യാത്രയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് തരാൻ വേണ്ടി രാധാകൃഷ്ണൻ ഒരു സർപ്രൈസായിട്ട് എനിക്കൊരു നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എനിക്ക് ഗണപതിയുടെ ഒരു വലിയ കളക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ട് തന്ന ഒരു ഗണപതിയാണ് ഗുരുവായൂരിൽ നിന്ന്, ക്രിസ്റ്റലാണ്. അപ്പോൾ ഈ ഗണപതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 സൈഡും ഗണപതിയാണ്. ഇതേ കണ്ടോ, നമുക്ക് എവിടെ എങ്ങനെ നോക്കിയാലും ഗണപതിയാണ്. അപ്പം നല്ലൊരു ഭംഗിയാണ് ആ ഗണപതി കാണാനല്ലേ, ഭയങ്കര ഭംഗിയാണ് ഈ ഗണപതി കാണാൻ. അതായത് ഇതിൻ്റെ പ്രത്യേകത നമുക്കതാ, എങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും കൈയും മുഖവും ഒരുപോലെ വരത്തുള്ളൂ. ഇതേ കണ്ടോ, എങ്ങനെ തിരിച്ചാലും കൈയും മുഖവും ഒരേപോലെ വരുന്നത്. ആ രീതിയിലുള്ളൊരു ഗണപതി എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇങ്ങനെയുള്ള കളക്ഷൻസിൽ എനിക്കിത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും എന്നുള്ളത്. കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ എനിക്കത് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള കലിഞ്ഞൂരെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി വലിയ രാജശില്പിയാണ്, ക്ഷേത്രങ്ങളൊക്കെ കൊത്തുന്ന വലിയ ശില്പിയാണ് തടിയിൽ. അതേ ഇപ്പോൾ ഒരു 3.5 അടി 4 അടി ഉയരമുള്ള നമ്മുടെ പാമ്പാടി രാജൻ്റെ ഒരു വിഗ്രഹം ഇപ്പം കൊത്തിക്കൊണ്ടിരിക്കുക. എന്നെ വിളിച്ചായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് പനിയും തിരക്കുമായിട്ട് പോകാൻ പറ്റിയില്ല. ചിലപ്പോൾ ഞാൻ നാളെയോ മറ്റന്നാളോ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ആ ഒരു പാമ്പാടി രാജൻ്റെ ആ ഒരു വിഗ്രഹം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്ന രീതിയിലാണ് അവൻ്റെ കൊമ്പുകളും മുഖവും മുഖത്തിൻ്റെ ഓരോ ഭാവങ്ങളും ഒക്കെ. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് അദ്ദേഹം എനിക്ക് കൊത്തിത്തന്ന ഒരു പ്രത്യേക തടിയിൽ കൊത്തിത്തന്ന ഒരു ഗണപതിയാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇന്നുവരെ ഇല്ലാത്ത, എൻ്റെ കളക്ഷനിലില്ലാത്ത ഒരു രൂപമാണ് ഈ ഗണപതി ഭഗവാൻ്റെ. അദ്ദേഹത്തിൻ്റെ കുംഭയൊക്കെ കണ്ടോ, വയറൊക്കെ കണ്ടോ, വയറും കിരീടവും വളരെ രസമുള്ള ഒരു ജീവിതത്തിലാണ് എനിക്ക് കുത്തിത്തന്നത്. എന്നെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ ഇവിടുന്ന് പോയി. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണൻ ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കളക്ഷൻസിൽ ഗണപതി ഭഗവാൻ ആയതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നായിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം കുത്തി തന്നെ ഇതൊരു 4 ഇഞ്ച് ഉയരമേ ഉള്ളൂ. പക്ഷേ 4 ഇഞ്ച് ഉയരത്തിനുള്ളിൽ വളരെ മനോഹരമാക്കി തന്നു അതിനെ, ഈ ഗണപതി ഭഗവാനെ കണ്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ പറമ്പ് കിളച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഒരു രൂപം കണ്ടോ, പറമ്പ് കിളച്ചപ്പോൾ കിട്ടിയ ഒരു കിഴങ്ങാണ്. അറിയത്തില്ല എന്തുവാണെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ കോവലുണ്ടായിരുന്നു നേരത്തെ ആ സ്ഥലത്തെ. അപ്പോൾ കോവലിൻ്റെ മൂടാണോ എന്നൊരു സംശയമുണ്ട്. നല്ല രസമല്ലേ കാണാൻ, ഒരു നല്ലൊരു രൂപം അല്ലേ. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ വിവാഹ വാർഷികത്തിനും മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് തരുവാൻ, ചിലപ്പോൾ ഫോട്ടോ തരും, ചിലപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും ആൽബങ്ങൾ തരും. അതുപോലെ ഈ പ്രാവശ്യം ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് മോനൊരു സമ്മാനം തന്നു. അപ്പോൾ മോള് ഞങ്ങൾക്ക് നേരത്തെ സമ്മാനം തന്നിരുന്നു. അവർ സമ്മാനം തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അവർ വിളിച്ച് വിഷ് ചെയ്യുന്നതും അവർ ഞങ്ങൾക്ക് തരുന്ന ഉമ്മകളും ഒക്കെ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ്. എങ്കിൽ പോലും സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോനൊരു സമ്മാനം. രാത്രി ആയപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് വന്ന് ഇവിടെ കൊണ്ട് തന്നിട്ട് പോയത് മോന്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു 9:30 ആയപ്പോൾ വന്ന് വിളിച്ചു. ആൻറ്റി അങ്കിളും അവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചുമ്മാ ഞാൻ വെറുതെ വന്നതാന്ന് പറഞ്ഞാൽ വന്ന് കയറിയത്. അത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബോക്സിനകത്തുനിന്ന് എടുത്തുകൊണ്ട് തന്നെ മോന് നമ്മുടെ ഇന്ത്യയുടെ IQ Z10 ഒരു മൊബൈൽ മോൻ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ എൻ്റെ ഫോണ് കുറേ പഴയ ഫോണാണ്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ഒക്കെ കയറ്റുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാങ്ങായി നിൽക്കുക. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് മോൻ ഞങ്ങൾക്ക് മേടിച്ച് തന്നതാണ് ഈ ഫോൺ IQ. അപ്പോൾ ഞാൻ ആ ഫോൺ നിങ്ങളെ ഒന്ന് കാണിക്കാം.
ഇതാണ് ആ ഫോണ്. നല്ല ക്ലാരിറ്റിയാണ്. അപ്പം എനിക്കറിയില്ലായിരുന്നു, പക്ഷെ സിന്ധുവിന് അറിയാമായിരുന്നു ഇതിങ്ങനെ സർപ്രൈസായിട്ട് എനിക്കിങ്ങനെ ഗിഫ്റ്റ് തരുന്നുള്ളത്. മോൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ അറിയണ്ട, അച്ഛൻ ഇങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് തന്നു വിടുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ പയ്യൻ രാത്രി ഇവിടെ കൊണ്ട് ഇത് തന്നിട്ട് പോയത്. അപ്പോഴാണ് അച്ഛൻ അറിയുന്നത്. ഇത് നല്ല ഭയങ്കര ക്യാമറ ഭയങ്കര ക്ലാരിറ്റിയാണ് കേട്ടോ. അപ്പം മറ്റേ ഫോണിൽ നിന്ന് യൂട്യൂബ് ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ മാറ്റിയില്ല. സാവകാശം ആവട്ടെ, ഫ്രീ ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം മോനും മോൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒത്തിരി ഉമ്മ ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ വൈകുന്നേരത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും, ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ ഇവിടെ. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള നിത്യ, ചിഞ്ചു ഇവരെ എല്ലാവരും നിങ്ങൾക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേഹ, രാധാകൃഷ്ണൻ എല്ലാവരും നമ്മുടെ വീഡിയോയിലുള്ളതാ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കേക്കും കൊണ്ട് വന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചേയില്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു 7:30 8 മണി ആയപ്പോൾ ഉണ്ട് അവർ കുഞ്ഞുങ്ങളും അവരെല്ലാവരും കൂടെ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നു. അപ്പോൾ നമ്മൾ എന്താ ഈ സമയത്ത് ഇപ്പോൾ അവരെന്ന് വിചാരിച്ചു. പക്ഷേ ചേച്ചിയും ചേട്ടനും തന്നെയല്ലേ ഉള്ളൂ. ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവരും കേക്കും കൊണ്ട് വന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ വൈകിട്ട് കേക്ക് മുറിക്കുന്നുണ്ട്, അതും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരും ഒപ്പം എല്ലാവരും അതിലുണ്ടായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. കേക്കിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഒരാൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം അവിടെ വന്ന് ഇരിപ്പായി തുടങ്ങിയതല്ലേ. കുഞ്ഞാവോ, ഇങ്ങോട്ടോ വന്നേ, അച്ഛൻ്റെ അടുത്തോട്ട് വന്നേ, ഇനി വാടി ബാ. അവള് മടുത്തു. കുറേ നേരമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്തില്ല. ആ വീഡിയോ എടുത്ത് വന്നപ്പോഴൊക്കെ എൻ്റെ മടി വന്നിരിക്കുമായിരുന്നു കരഞ്ഞോണ്ട്. അപ്പം ഞാൻ നോക്കാഞ്ഞോണ്ടാ. കുഞ്ഞാ കുഞ്ഞോ ഇങ്ങോട്ടോ വായിക്കേ, ബാ അച്ഛനെടുത്തോ. എന്നാണ് എൻ്റെ പിണങ്ങിപ്പോയോ? എന്തിനാ മക്കൾ പിണങ്ങി? വേണ്ട പാപ്പ കേട്ടോ. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൊണ്ടുവന്ന കേക്കാണിത്. ഇതാണെങ്കിൽ മോടെ കൂട്ടുകാരൻ ആൽഫി കൊണ്ടുവന്ന ക്രിസ്മസ് കേക്കാണ്. അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലോ, കാരണം സർപ്രൈസായിട്ട് കൊണ്ടുവന്ന കേക്കല്ലേ. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞങ്ങൾക്ക് എന്താ ആഘോഷമാണ്. നടുറോഡിൽ നിന്ന് മുറിക്കുമ്പോഴത്തേക്ക് വലിയൊരു കത്തി എടുത്തിട്ടാണ് മുറിക്കുന്നത്. അതുപോലെ ഫീൽ ചെയ്തത്.